ഹായ് മൈ ഫ്രണ്ട്സ്, ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് സെവൻ സ്പ്രിങ്സ് പ്ലാന്റേഷൻ റിസോർട്ട്. ഇത് സ്ഥിതി ചെയ്യുന്ന സ്ഥലം മൂന്നാറാണ്. മൂന്നാർ എന്ന് പറയുമ്പോൾ ഒരുപാട് ഏരിയ ഉണ്ട്, എല്ലാവർക്കും അറിയാലോ. മൂന്നാർ പണ്ട് ശരിക്കും പറഞ്ഞാൽ വളരെ 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 കാടും മേടും മാത്രമുണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു. അതിനുശേഷമാണല്ലോ ഈ ടാറ്റയും ഹാരിസണും പിന്നെ വേറെ കുറേ തേയില കമ്പനികളൊക്കെ ഉണ്ട് ഇവിടെ. അവരെല്ലാം ഈ പ്ലാന്റേഷനിൽ തേയില പ്ലാന്റ് ചെയ്ത് അത് ഇംഗ്ലീഷുകാർ വന്നതിന് ശേഷമാണ് അത് ആ ഒരു ഏരിയ ഡെവലപ്പ് ചെയ്ത് പ്ലാന്റേഷൻ ഏരിയ ആക്കിയത്. ഈ പ്ലാന്റേഷൻ ഏരിയ ആക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ നല്ല തണുപ്പാണ്. ഇപ്പോൾ തന്നെ നമുക്ക് നോക്കാം. ഞാൻ ആദ്യം തന്നെ ഈ ലൊക്കേഷനിലേക്ക് വരുന്ന ഈ സ്ഥലത്തിൻ്റെ ആ റൂട്ടൊന്ന് പറഞ്ഞു തരാം. നമ്മൾ എറണാകുളത്തുകാരൊക്കെ ആദ്യം കോതമംഗലം വരിക, കോതമംഗലത്തു നിന്ന് അടിമാലി വരിക, അടിമാലിയിൽ നിന്ന് മൂന്നാർ പഴയ ബസ് സ്റ്റാൻഡിൻ്റെ ഒരു സൈഡിൽ ഒരു ഗ്രൗണ്ടൊക്കെ കാണാം. ആ ഗ്രൗണ്ടിൻ്റെ സൈഡിൽ തന്നെ എറണാകുളത്ത് നിന്ന് വരുമ്പോൾ ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്ത് ലക്ഷ്മി എസ്റ്റേറ്റിലേക്ക് വന്നു കഴിഞ്ഞ് ഒരു 11 കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മൾക്ക് കാണാവുന്ന ഒരു പ്ലേസാണ് പുളിമൂട്ടിൽ റിസോർട്ട്, അലൻ കോട്ടേജ്, ഒപ്പം തന്നെ സെവൻ സ്പ്രിങ്സ്. ഇത് ഈ വഴി അങ്ങ് പോകുന്നതെന്ന് പറഞ്ഞാൽ മാങ്കുളം ഭാഗത്തേക്ക് പോകും. അറ്റ് ഫസ്റ്റ് ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ വിരിപ്പാറ ചെല്ലും. വിരിപ്പാറയിൽ നിന്ന് മാങ്കുളം, ആനക്കുളം അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഞങ്ങൾ വന്നത് ശരിക്കും പറഞ്ഞ സ്ഥലങ്ങൾ കാണുവാനല്ല, മറിച്ച് ഈ മരങ്ങളും ഈ കാടും ഈ മേടും ഈ പുഷ്പങ്ങളും ഈ പ്രകൃതിയുടെ ഈ ഭംഗിയും ആസ്വദിക്കാൻ വേണ്ടി മാത്രമാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയാം, ഇപ്പോൾ നാട്ടിൽ നമ്മൾ 42, 43 ഡിഗ്രി ചൂടൊക്കെയാണ് ഇന്ന് ഞാൻ കണ്ടത്. പക്ഷേ ഞാനിപ്പോൾ ഗ്ലാസ്സൊക്കെ വെച്ചിട്ടുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സൺലൈറ്റ് ഉണ്ട് നന്നായിട്ട്. പക്ഷേ എനിക്ക് ഒട്ടും തന്നെ ഇവിടെ ചൂട് ഫീൽ ചെയ്യുന്നില്ല. ഏതാണ്ട് 22 ഡിഗ്രിയാണ് ഇപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ. ഈ സ്ഥലം നല്ല ഹരിതാപകരമാണ്. ഒപ്പം തന്നെ ക്ലൗഡിയാണ്. ഈ വെയിൽ വന്ന് പോവുകയൊക്കെ ചെയ്യും. പക്ഷെ വെയിലിൻ്റേതായിട്ടുള്ള യാതൊരു ബുദ്ധിമുട്ടും നമുക്ക് തോന്നുന്നില്ല. നമുക്ക് ഈ റിസോർട്ട് ഒന്ന് പരിചയപ്പെട്ടാലോ? നമുക്ക് റിസോർട്ടിനകത്തേക്ക് കിടക്കാം. റിസോർട്ടിനകത്തേക്ക് പോകുമ്പോൾ തന്നെ ചുറ്റും ഇവർക്കായി നിർമ്മിച്ച ഒരു പാതയാണ്, ടാർ റോഡാണ്. ഈ റോഡിൻ്റെ 2 സൈഡും ഇതൊക്കെ നാച്ചുറലായിട്ട് ഉണ്ടായതാണോ അതോ ഉണ്ടാക്കിയതാണോ എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഈ കയ്യാലയുടെ മുകളിലൊക്കെ ഉള്ള ഈ ചെടികൾക്കൊന്നും നനവോ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇതൊക്കെ തന്നെ പ്രകൃതിയുടെ ഒരു കാലാവസ്ഥയുടെ ഒരു ഗുണം കൊണ്ട് ഉണ്ടാകുന്നതായിരിക്കും. വണ്ടികളൊക്കെ ഇവിടെ വന്നു പോകുന്നുണ്ട്. കണ്ടോ, രജിസ്ട്രേഷൻ നോക്കിയ TSO തെലങ്കാന വണ്ടിയാണത്. കേരളത്തിലുള്ളവർ ഈ സ്ഥലങ്ങളൊന്നും കാണുവാൻ വരുന്നില്ല. കാരണം മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലല്ലോ. ഇവിടെ ഇപ്പോൾ ഞാൻ കണ്ടത് തമിഴ്നാട്ടുകാരും ആന്ധ്രക്കാരുമാണ്. എവിടെ നോക്കിയാലും അവരുടെ ഒരു സാന്നിധ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുറച്ച് ബൈക്കൊക്കെ വന്നുള്ള ബേബി കപ്പിൾസ്. ഒപ്പം തന്നെ ഇവിടെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ ഇത് അലൻ കോട്ടേജാണ്.
ഈ അലൻസ് കോട്ടേജിൽ ഒരു 7-8 വർഷം മുമ്പ് ഞാൻ വന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ മുഖച്ഛായ ടോട്ടലി മാറിക്കഴിഞ്ഞു. കണ്ടോ, അങ്ങോട്ട് നോക്കിയാൽ എന്തോരു വലിയ മലനിരകളാണ്. ഇവിടുത്തെ ഞങ്ങൾക്ക് റൂമിലൊക്കെ സെർവ് ചെയ്യുന്നൊരു പയ്യനുണ്ട്, മണികണ്ഠൻ. അവൻ അങ്ങനെ ഹോട്ടൽ മാനേജ്മെൻറ്റ് ഒക്കെ പഠിച്ച പയ്യനാണ്. അവൻ പറയുന്നുണ്ട് രാത്രി കാലങ്ങളിൽ ഞങ്ങളാരും പുറത്തിറങ്ങാറില്ല, ഇവിടെ ആന ഒക്കെ ഉണ്ട്. പക്ഷേ റിസോർട്ടിൻ്റെ ഇങ്ങോട്ട് ഹൈറ്റ് കൂടുതലായതിൻ്റെ പേരിൽ ഇങ്ങോട്ട് കയറില്ല. ഈ താഴ്വാരങ്ങളിൽ കൂടെ ആനയും കാട്ടുപോത്തും എല്ലാം ക്രോസ് ചെയ്യുന്നത് കാണാം. ഞങ്ങളീ പോരുന്ന വഴിക്ക് 1-2 സ്ഥലത്ത് ആന ക്രോസ് ചെയ്യുന്ന പാത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. സത്യമാണത്, കറക്റ്റാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വഴി കൂടെ പോരുമ്പോൾ പലപ്പോഴും കാട്ടുപോത്തും ഒക്കെ വട്ടം ചാടുന്ന ഒരു പതിവുണ്ട്. ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെ ഒരു ഭാഗത്താണല്ലോ നമ്മളുടെ പടയപ്പ എന്ന് പറയുന്ന ആന. കച്ചിക്ക് ഭക്ഷണമൊന്നും കിട്ടാതെ വന്ന് പുള്ളി ഒരാളെ ഈ കഴിഞ്ഞ ഒരു 3-4 മാസം മുമ്പ് അറ്റാക്ക് ചെയ്ത് ആൾ പോയി. അപ്പം മൃഗങ്ങൾക്കും ഈ പറഞ്ഞോണം പ്രകൃതിയുടെ ആ പരിലാളനയിൽ ജീവിക്കുന്ന അവർക്ക് അവർ കഴിക്കേണ്ട ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ അവർ മനുഷ്യർ ഇരിക്കുന്ന ഈ പ്രദേശത്തേക്ക് വരും. അത് സ്വാഭാവികമാണ്, അനുഭവിക്കില്ല വേറെന്ത് മാർക്കും. മരങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന ആളാണ് ഞാൻ. എനിക്ക് ഈ മരമൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ മരത്തിൻ്റെ ഒരു ഷേപ്പും അതിൻ്റെ ബ്രാഞ്ചസും ഒക്കെ ഒന്ന് ആസ്വദിക്കേണ്ടത് തന്നെയാണ്. നമ്മൾ ഈ ചെടി ഉണ്ടല്ലോ, ഈ ചെടിയുടെ ഈ പൂക്കൾ, ഈ ചെടിയൊക്കെ നമ്മുടെ നാട്ടിൽ നട്ട് കഴിഞ്ഞ് 3 നേരം വെള്ളം ഒഴിച്ചാലും ഇത്രയൊന്നും ഒരു ഭംഗിയിലൊന്നും ഇത് വരില്ല. ഇതൊക്കെ ഈ ചെല്ലേണ്ടവർ ചെല്ലേണ്ട സ്ഥലത്ത് ചെല്ലണം. ഈ വിളവാണെങ്കിലും അതൊക്കെ വളരേണ്ട സ്ഥലത്ത് തന്നെ വളരണം. അതിനൊക്കെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ചെടിയുടെയൊക്കെ എല്ലാം ഒരു ഭംഗി. ഇതിനെ ആരെങ്കിലും വലിയ വൃത്തിയായിട്ട് പരിപാലിച്ചിട്ടുള്ളതാണോ അങ്ങനെയൊക്കെ വന്ന് വെക്കുന്നത്? എന്തൊരു രസമാണ് കാണാനായിട്ട്, അല്ലേ? അലൻ കോട്ടേജിൻ്റെ കവാടത്തിലേക്ക് നമുക്ക് കടന്നു കഴിഞ്ഞാൽ ഇതാണ് അലൻ കോട്ടേജ് ആൻഡ് റൂം. ഇവിടെ എല്ലാം തിരക്കാണ് ഇപ്പോൾ. ഇന്നലെ ഞാൻ ഈ റൂം ബുക്ക് ചെയ്ത നേരത്ത് ഈ അലൻ കോട്ടേജിലെ മാനേജർ ഒരു ജോജോ ഉണ്ട്. ജോജോ പറഞ്ഞു, സാറേ ഞങ്ങളുടെ റൂമെല്ലാം ഫുള്ളാണ്, അപ്പുറേ മനീഷിൻ്റെ ഒരു കോട്ടേജ് ഉണ്ട്, അവിടെ ഞാൻ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് തരാം. ഇപ്പോൾ തമിഴ്നാട്ടിലെ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് ഒരുപാട് പേരും കൊണ്ട് പോന്നിട്ടുണ്ട്. അത് കാരണം ഇവിടെ റൂം കിട്ടാനൊക്കെ പാടാണ്. കർണാടകയിൽ ഒക്കെയാണ് ഈ കിടക്കുന്ന വണ്ടികളെല്ലാം. കണ്ടോ, കർണാടക രജിസ്ട്രേഷനാണ്. അപ്പോൾ ഇന്നൊരു ദിവസത്തേക്ക് റൂം തരാമെന്നും പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. എന്താണെങ്കിലും ഞങ്ങളുടെ ആഗ്രഹം ആ കൊടും ചൂടിൽ നിന്ന് ഒരു ദിവസം ഒരു നൈറ്റെങ്കിലും ഒന്ന്. കാര്യം നമ്മുടെ വീട്ടിൽ നമ്മൾ AC ഒക്കെ ഇട്ട് കിടന്നുറങ്ങും. പക്ഷേ എന്നാലും നടക്കുന്ന വഴിക്ക് AC കൊണ്ട് നടക്കാൻ പറ്റില്ലല്ലോ. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്തൊരു ചൂടാണ്, സഹിക്കാൻ പറ്റുന്നില്ല. ഒരു ഭംഗിവാക്ക് അഹംഭാവമൊന്നും ഞാൻ പറയുന്നതല്ല കേട്ടോ. കാരണം നമുക്ക് സഹിക്കാൻ പറ്റുന്ന ആ ചൂടല്ല ഇപ്പം നാട്ടിലുള്ളത്. അപ്പോൾ ഒരു ദിവസം ഒന്ന് മാറി നിൽക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് മാത്രം വന്നതാണ്. വൈകുന്നേരം ആവുംതോറും ഇവിടെ കോട വന്നു തുടങ്ങും. ഈ കോട വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ക്യാമറയിൽ പകർത്താൻ പറ്റില്ല. ആയതുകൊണ്ട് എൻ്റെ വളരെ അടുത്ത ബന്ധുക്കാരൻ അദ്ദേഹം പറഞ്ഞു നമുക്ക് പോയേക്കാം. അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. ബൊഗൻവില്ലയൊക്കെ ആണെങ്കിലും ഇഷ്ടം പോലെ പൂത്തുലഞ്ഞ് നിൽക്കുകയാണ്. ഇനി നമുക്ക് പതുക്കെ നമ്മുടെ റിസോർട്ടിൻ്റെ ആ റിസപ്ഷൻ ഏരിയയിലേക്ക് പോകാം. ഈ ഏരിയ എന്ന്
പറഞ്ഞാൽ നമുക്ക് 1 ഡേ അല്ലെങ്കിൽ 2 ദിവസം, ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ട്രക്കിങ്ങിനൊക്കെ പോകാം. ഒപ്പം തന്നെ നടക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ധാരാളം നടക്കാം. ഞാനൊക്കെ എല്ലാ ദിവസവും ഹിൽ പാലസും മ്യൂസിയത്തിനകത്ത് 1 മണിക്കൂർ നടക്കും. ഒപ്പം തന്നെ സ്വിമ്മിങ്ങിനും പോകുന്ന ആളാണ്. ഇവിടെ സ്വിമ്മിംഗ് പൂളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടോ ഇവിടെ സ്വിമ്മിംഗ് പൂള്? ഇല്ല, സ്വിമ്മിംഗ് പൂൾ ഇല്ല ഇവിടെ. ഇത് റിസപ്ഷൻ ഏരിയയാണ്. വളരെ മനോഹരമായിട്ടാണ് ഇവരിവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇവിടെ മരങ്ങളാൽ നിർമ്മിതമായ ബെഞ്ചുകളാണ്. കണ്ടോ ഈ ബെഞ്ച് കണ്ടോ? ഈ ബെഞ്ചുകളിലാണ് സായാഹ്നത്തിൽ എല്ലാവരും ഇരിക്കുന്നതും. ഒപ്പം തന്നെ ക്യാമ്പ് ഫയറിനുള്ള അറേഞ്ച്മെൻറ്റൊക്കെ ഇവിടെ ഉണ്ട്. ഇത് കാണാവുന്നതാണ്. നമ്മളുടെ സെവൻ സ്പ്രിങ്ങിൻ്റെ ആ റിസപ്ഷൻ ഏരിയ ആണ് ഈ കണ്ടത്. ഇനി നമുക്ക് സെവൻ സ്പ്രിങ്ങിൻ്റെ ഒരു അക്കോമഡേഷൻ ഏരിയ, ഒരു കോട്ടേജിലേക്ക് പോവാം. അടുത്ത കോട്ടേജ്. ഓഹോ, കൊള്ളാം, നല്ല ഭംഗി. ഷീറ്റാണ് മുകളിലിട്ടേക്കുന്നത്. പക്ഷേ ഈ തണുപ്പ് കാരണമായിരിക്കും ഇതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്നത്. കണ്ടോ, മരങ്ങളാൽ നിർമ്മിതമായ പ്രകൃതിയുടെ ബെഞ്ചുകളാണ്. പ്രകൃതിയുടെ ബെഞ്ചുകളിൽ എനിക്കിരിക്കാം. ഒപ്പം തന്നെ ഈവനിങ് ടൈമിൽ ക്യാമ്പ് ഫയറിനുള്ള വിറക് ഉപയോഗിച്ചിട്ടുള്ള ക്യാമ്പ് ഫയർ അറേഞ്ച്മെൻ്റാണിത്. ഈ പൂക്കളുടെ പേരെന്താ? ഡാലിയയാണോ ഇത്? ഏതോ ഒരു നല്ല പൂവാണ്. നീല വയലറ്റ് കളറ്, അവിടെ പച്ച കളറുണ്ട്. പച്ച കളറ് അല്ലേ? റോസ്, പച്ച, അതൊക്കെ ഉണ്ടോ? പച്ച കളറ്. സുഹൃത്തുക്കളെ, എല്ലാവരും ഒന്ന് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതിന് സാധിച്ചില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. നമ്മളെ മക്കളെ കൊണ്ടൊക്കെ, കൊച്ചുമക്കളെ കൊണ്ടൊക്കെ വരികയാണെങ്കിൽ ഇവിടെ ഒരു ചെറിയ പ്ലേ സെക്ഷനുണ്ട്, ചെറിയ ഊഞ്ഞാലുകളുണ്ട്. പിള്ളേർക്കുള്ള സംഭവമാണ് ഇതൊക്കെ. ഊഞ്ഞാലുണ്ട്. നല്ല ആംബിയൻസ്. അതെന്താ പൂപ്പന്താടി പോലെ താടിയുള്ള ഒരു ചെടിയാണ്. കൊള്ളാം. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. കാരണം ഞാൻ ഈ കൃഷിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും കൃഷി ചെയ്യാനൊന്നും എനിക്ക് അത്ര വൈഭവമില്ല. കൃഷി ചെയ്ത് ആരെങ്കിലുമൊക്കെ തന്നാൽ കഴിക്കും, അത്ര തന്നെ. പേരക്കയുണ്ട്. വേറെ ആയാലും പേരക്കൊന്നുമില്ല. അതൊക്കെ നമ്മുടെ നാട്ടിലുള്ള വിഭവങ്ങൾ തന്നെ. ഇവിടെ ഒന്ന് നോക്കിയാൽ തന്നെ കാണാം, എന്തോ ഒരു വലിയ കാടാണ്. എന്തോ ഒരു വലിയ കാടാണ്. ഈ കാടില് സ്പഷ്ടമായിട്ട് നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ, ഇതൊക്കെ പെരും കാടായിരുന്നു. ഈ കാടൊക്കെ എൻക്രോച്ച് ചെയ്തതാണ് ശരിക്കും പറഞ്ഞാൽ. ഇത് എന്തു മരമാണിത്? ആ, ഇതാണ് നമ്മളുടെ പോംഗ്രാനൈറ്റ്. ആ, അത് തന്നെ. അതായത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇത് വലുതായി നമ്മുടെ തുടുത്ത് പഴുത്ത് കിട്ടുന്ന ഇതിൻ്റെ പേര് മാതള നാരങ്ങ. അത് തന്നെ, മാതള നാരങ്ങ. കണ്ട പച്ചയായിട്ട് കിടക്കുകയാണ്. പഴുത്ത് കിടക്കുന്നതൊന്നും ഇതിൽ കാണുന്നില്ല. മാതള നാരകം.
മാതള നാരങ്ങ അങ്ങനെ കാണാൻ പറ്റി. മാതള നാരങ്ങ ഉണ്ടായി കിടക്കുന്നു. ഇത് ഒരെണ്ണേ കണ്ടിട്ടുള്ളൂ. കണ്ടോളൂ. മാതള നാരങ്ങയുടെ പൂവാണിത്. ഇത് അയ്യോടാ അത് പോയി. ഇത് പൂവാണ്. ഇത് കായൊക്കെ ഉണ്ടായിട്ടുണ്ട്. പൂവും കായും ഒക്കെ കൂടിയാണ് മാതളം. അപ്പോൾ ഇത് ചിലരിത് കാണുമ്പോൾ പറയും, ഓ മാതളം, ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നതല്ലേ. ഒരു അടുത്ത് ഇവിടെയും കിടക്കുന്നുണ്ട് മാതള നാരങ്ങ ഉണ്ടായി കിടക്കുന്നുണ്ട്. ഇത് നമ്മുടെ ആത്തക്കാണോ? ആത്തക്ക. നമ്മൾ പോകുന്നത് ഏലച്ചെടികൾ കാണാൻ. ഏലച്ചെടികൾ കയറ്റം ഒരു 1.5 കയറ്റമാണ്. നല്ല കയറ്റമാണ് ഇത്. ഈ കയറ്റം ഒരു ദിവസം 4 പ്രാവശ്യം കയറിയാൽ മതി. ബിപിയും കുറയും, കൊളസ്ട്രോളും കുറയും. ഉണ്ടോ? കൊള്ളാം. ഇങ്ങനെയുണ്ട് കയറ്റം. നല്ല കയറ്റം. തണുപ്പ് തുടങ്ങി. റിസോർട്ടിൻ്റെ ഏറെക്കുറെ കാടിൻ്റെ ബൗണ്ടറിയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇവിടെ നമുക്ക് പൂള്. ഓ ഓക്കെ, സ്വിമ്മിംഗ് പൂളുണ്ട് ഇവിടെ. സ്വിമ്മിംഗ് പൂളൊന്ന് പരിചയപ്പെടാം. സ്വിമ്മിംഗ് പൂളിൽ വെള്ളമില്ല. വെള്ളം നിറച്ച് നമുക്ക് വേണമെങ്കിൽ ആസ്വദിക്കാം. നമുക്ക് ഈ ഏലച്ചെടികൾ കാണാൻ പോയാലോ? ഏലച്ചെടി ഇവിടെ ഉണ്ട്, ഏലമുണ്ട്. പക്ഷെ അതിന് കായുണ്ടോന്ന് അറിയില്ല. ഏലച്ചെടികൾ കാണാം. ഏലച്ചെടികൾ ഈ ഭാഗത്താണ് ഉള്ളത്. അതിന് കായുണ്ടോന്നറിയില്ല. ഇത് മരം തന്നെയല്ലേ? മരം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഫെൻസിങ് ആണത്. ഒപ്പം തന്നെ ഇത് കോൺക്രീറ്റ് സ്റ്റോണാണ്. ഇതാണ് ഏലച്ചെടികൾ. ഏലച്ചെടികൾ കണ്ടു കഴിഞ്ഞാൽ പക്ഷെ ഒരൊറ്റ ഏലച്ചെടികളിലും കായ കാണുന്നില്ല. പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അങ്ങോട്ട് ചെന്ന് നോക്കിയാൽ ചിലപ്പോൾ കായൊക്കെ കാണും. ഏലച്ചെടികളിൽ കായില്ല. അവിടെ ഒരു ഏലച്ചെടിയിൽ കായുണ്ടെന്ന് തോന്നുന്നു. ഇല്ല. ഇല്ല.
നോക്കട്ടെ. നിങ്ങൾ വിചാരിക്കും ഇദ്ദേഹം ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്ത് പറയണ്ടല്ലോ ഈ റിസോർട്ടിനെ കുറിച്ച് ഒക്കെ. അതുപോലെ എന്തോരം റിസോർട്ടുണ്ട് ഉള്ളത്. മൂന്നാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ റിസോർട്ടുകളുടെ ഒരു കുമാരാണിവിടെ. പക്ഷേ അധികം ആളുകളും വന്നു പോകുന്നത് ഈ ഹൈവേയുടെ സൈഡിലുള്ള റിസോർട്ടുകളാണ്. ഇതുപോലെ ഈ കുളിർമയൊക്കെയുള്ള കാറ്റും എന്തോ രസം, എന്ത് തണുപ്പ്, പ്രകൃതിയുടെ ഒരു ദാനം. ഒരു സൈഡിൽ ആളുകളെ കിടന്ന് കഷ്ടപ്പെടുന്നു. ചൂട് കൂടി വീശാമ്പാളയും വിഷറിയും ഒക്കെ ഉപയോഗിച്ചിരുന്നൊരു കാലത്ത് മനുഷ്യർക്ക് ചൂടിനെ കുറിച്ച് യാതൊരു ഉത്കണ്ഠ ഉണ്ടായിരുന്നില്ല. ഇപ്പം ഒരു ചെറിയ ചൂട് പോലും ആളുകൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ ഒരു ഏറുമാടം കണ്ടോ? അതിൻ്റെ മുകളിലൊന്ന് കയറിയാലൊന്നും എനിക്കൊരു ആഗ്രഹം. ഇപ്പോൾ വേണ്ട അല്ലേ, നമുക്ക് പിന്നീടാകാം. പിന്നീട് ആ ഏറുമാടത്തിൻ്റെ മുകളിൽ കയറി മിക്കവാറും നാളെ ഏർലി മോർണിംഗിൽ ഏറുമാടത്തിൽ കയറി നിന്ന് അടുത്ത വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ഒരു യാത്രാ വിവരണം ഞാൻ നൽകുകയാണ്. കഴിയുന്നതും ഇത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് ഇൻസ്റ്റഗ്രാമിലുണ്ട്, വാട്സാപ്പിലുണ്ട്. അതൊക്കെ ഒന്ന് കാണുവാനായിട്ട് എല്ലാവരും ശ്രമിക്കുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.